ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ്. മാറുന്ന ലോകത്തിൽ ടെലിവിഷൻ്റെ സ്വാധീനം മുൻനിർത്തിയാണ് 1996 മുതൽ ഐക്യരാഷ്ട്രസഭ നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി, അതായത് ഇന്ന് ആചരിക്കുന്നത്. പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ നിർണായക സ്വാധീനമാണ് ഇന്ന് ടെലിവിഷൻ ചാനലുകൾ ജനങ്ങൾക്കിടയിൽ വഹിക്കുന്നത്. ഒരേ സമയം കാഴ്ചയ്ക്കും കേൾവിക്കും പ്രാധാന്യം നൽകുന്നതിനാൽ വിശ്വാസ്യതയുള്ള മാധ്യമമായാണ് ടെലിവിഷൻ അറിയപ്പെടുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണുന്നതിനാൽ കുടുംബ മാധ്യമം കൂടിയാണ് ടെലിവിഷൻ. നിരക്ഷരത ടെലിവിഷൻ ഉപയോഗത്തിന് തടസ്സമാകുന്നില്ല. The station goes on the air. ആയിരത്തി 1930 മുതൽ ബ്രിട്ടനിലും അമേരിക്കയിലും ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചു. ഇന്ത്യയിൽ 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ സംപ്രേഷണം ആരംഭിക്കുന്നത്. തുടക്കം ഡൽഹി ആകാശവാണി ഭവനിലെ ചെറിയൊരു മുറിയിൽ നിന്ന്. ആയിരത്തി 1976 ആയപ്പോഴേക്കും 8 ടെലിവിഷൻ സ്റ്റേഷനുകളിലേക്ക് ദൂരദർശൻ വളർന്നു. 2.5 പതിറ്റാണ്ടോളം കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംപ്രേഷണത്തിന് ശേഷം 1982 ഓഗസ്റ്റ് 15 കളറിലേക്കുള്ള മാറ്റം. രാമായണം, മഹാഭാരതം പോലുള്ള ജനകീയ പരമ്പരകൾ ടെലിവിഷനോട് ജനതയെ കൂടുതൽ അടുപ്പിച്ചു. രംഗോലിയും ചിത്രഹാറുമെല്ലാം പ്രേക്ഷകർ കാത്തിരുന്ന് കാണുന്ന പരിപാടികളായി. 90കളുടെ തുടക്കത്തിൽ സ്വകാര്യ ചാനലുകളെത്തി. ലൈവ് ടെലികാസ്റ്റിന്റെ വരവോടെ വാർത്താ ചാനലുകളിലുള്ള ജനങ്ങളുടെ താൽപര്യം 10 മടങ്ങ് വളർന്നു. ഇന്ന് 892 ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകളുണ്ട് ഇന്ത്യയിൽ. ഇതിൽ 403 വാർത്താ ചാനലുകളും 489 വിനോദ ചാനലുകളുമാണ്. 2023 സബ്സ്ക്രിപ്ഷനിലൂടെയും പരസ്യവരുമാനത്തിലൂടെയും ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തിന് കിട്ടിയത് 69,600 കോടി രൂപ. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഈ ടെലിവിഷൻ ദിനത്തിൽ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാണും. എന്നാൽ കുടുംബമായി ഒരു കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന് പറ്റിയ ഏറ്റവും വലിയ സാധനം ഈ ടെലിവിഷൻ സ്ക്രീൻ തന്നെയാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് കുടുംബമായിട്ടൊരു പരിപാടികൾ ഫാമിലിക്ക് ആസ്വദിക്കാനൊക്കെ കഴിയുന്നത് ടെലിവിഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒറ്റയ്ക്ക് ഈ മൊബൈൽ ഫോണിലൊക്കെ ഇത് കിട്ടിത്തുടങ്ങിയ സമയത്ത് വേണ്ടാത്ത സൈറ്റുകളിലൊക്കെ കുട്ടികൾ പോയി തുടങ്ങി. അപ്പോൾ കുട്ടികളെ എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഈ കൂട്ടുകാണലിന്, അതായത് കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന് പിടിച്ചിരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ടെലിവിഷൻ പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ.